ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി പല കാര്യങ്ങളും പഠിച്ച് നമ്മുടെ നേതൃത്വ നിരയിലുള്ളവർ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ പോകുക, സഞ്ചരിക്കുക, കാണുക, മനസ്സിലാക്കുക, അവിടുത്തെ ആളുകളോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് തിരിച്ച് ഇവിടെ നാട്ടിൽ വന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഗ്ലോബൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിദ്യാലയമാണ്. എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ ടീം, ഇന്റർനാഷണൽ ഫാക്കൽറ്റി, വ്യക്തിത്വങ്ങൾ സ്കൂളിൽ വരികയും അവരുടെ പരിജ്ഞാനത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും ആക്ടിവിറ്റീസിലൂടെയും അല്ലെങ്കിൽ യോഗയിലൂടെയും എല്ലാ കാര്യങ്ങളും അവര് തന്നെ വന്ന് സ്കൂളിലെ കുട്ടികളോട് നേരിട്ട് വന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ഈ ഗ്ലോബൽ നേച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ഭാഷ നന്നാക്കുവാൻ വേണ്ടി, മൾട്ടി ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇന്റർനാഷണലിൽ ക്വാളിറ്റിയുള്ള, അതായത് ഇന്റർനാഷണൽ ഫോറിൻ സിറ്റിസൺസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് അധ്യാപകരാകുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഫോറിനേഴ്സായിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ലുള്ളവരായിട്ട് ഇടപഴകാനും പഠിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സ്കൂളിൽ വരുമ്പോൾ പല സംസ്കാരങ്ങൾ പഠിക്കുകയാണ്. ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് വെളിയിലുള്ള ടീച്ചേഴ്സും നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ഓരോ രാജ്യങ്ങളും ഓരോ സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുക. അങ്ങനെ ഓരോ രാജ്യത്തുള്ളവരും ഓരോ സംസ്ഥാനത്തുള്ളവരും ഇവിടെ അധ്യാപകരായി വരുമ്പോൾ അത്രയും സംസ്കാരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരികയാണ്. പൂർണ്ണോദയ വിദ്യാനികേതൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ നൽകുന്നു എന്ന് പറയുവാൻ കാരണം ഇതാണ്.